വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകരുതെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. നിയമ ഭേദഗതി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും വിവിധ മതവിഭാഗങ്ങൾ നടത്തുന്ന ധർമ്മസ്ഥാപനങ്ങൾക്കിടയിലും വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത കോട്ടയത്ത് തന്നെ വരുന്നത് ഓർത്തഡോക്സ് സഭയുടെ 3 അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഇതിൽ മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ രജിസ്ട്രേഷൻ ഏതെങ്കിലും കാരണവശാൽ പുതുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വസ്തുവകൾ അടക്കം പിടിച്ചെടുക്കും. വളരെ കൃത്യമായി തന്നെയാണ് രാജ്യത്തെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ FCRA നിയമ ഭേദഗതി. എന്തൊക്കെയാണ് കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? തീർച്ചയായും സിജു, അതായത് ഈ വിദേശ സംഭാവന സ്വീകരിക്കൽ നിയന്ത്രണ പ്രകാരം അനുമതി പുതുക്കുന്നതിനുള്ള അപേക്ഷ അത് നിരസിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ കാലാവധിക്കുള്ളിൽ പുതുക്കൽ ലഭ്യമാക്കാതെയോ ആയാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയതായി കണക്കാക്കും എന്നുള്ളതാണ് ഇതിലെ പുതിയ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ വിദേശ സംഭാവനകളും ആസ്തികളും കേന്ദ്ര സർക്കാർ നിർണയിക്കുന്ന അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് പോകും എന്നതാണ് പുതിയ കരട് ബില്ലിലെ വ്യവസ്ഥ എന്ന് പറയുന്നത്. പൊതു താൽപര്യത്തിന് വിരുദ്ധമായ നടപടികൾ ഉണ്ടായാൽ പരിഹരിക്കാൻ 2010 വിദേശ സംഭാവന സ്വീകരിക്കൽ നിയന്ത്രണ നിയമം പര്യാപ്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും സാങ്കേതിക കാരണങ്ങൾ പോലും അനുമതി ലഭിക്കുന്നതിൽ താമസം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അപേക്ഷ സ്വീകരിക്കുന്നതിൽ വൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ അത് ആസ്തികൾ കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഏറ്റെടുക്കുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതിരുന്നാൽ ബന്ധപ്പെട്ട ആസ്തികൾ കണ്ടുകെട്ടുന്ന സാഹചര്യം അടക്കം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു ഭേദഗതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. ഇക്കാര്യമാണ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലും അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഭേദഗതിയിലെ ചില വ്യവസ്ഥകൾ അത് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും വിവിധ മതവിഭാഗങ്ങൾ നടത്തുന്ന ധർമ്മ സ്ഥാപനങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള ആശങ്ക ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. സിജു.